പതാക ഉയർത്തുന്ന സമയത്ത് ആദ്യത്തെ ഒരു കൊട്ടിയപ്പോൾ തന്നെ എല്ലാവരുടെയും നെഞ്ച് ഒന്ന് ഉണർന്നു എന്ന് തന്നെ പറയാം. എനിക്കിപ്പം ഏറ്റവും കൂടുതൽ എന്നോട് സോണലുമുണ്ട്. സോണലിനോടും കൂടെ ഞാൻ പറയുകയാണ്, എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം വിഷമം തോന്നുന്ന അല്ലെങ്കിൽ പശ്ചാത്താപം തോന്നുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? പണ്ട് LP സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കിനും എന്നോട് ബാൻഡ് മേളത്തിന് പേര് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തില്ല. പക്ഷേ ഈ കുട്ടികളുടെ പ്രകടനം കാണുമ്പോൾ എനിക്കിപ്പോൾ പശ്ചാത്താപം തോന്നുന്നു. സോണലിന് എന്താ ഇത് കണ്ടിട്ട് തോന്നിയത്? തീർച്ചയായിട്ടും ഇവരെ ഒരു മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ബാൻഡ് മേളത്തിൽ പലതരത്തിലുള്ള പാട്ടുകൾ, അതായത് മോഡേൺ പാട്ടുകൾ വരെ ഇവർ വായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ട്രെൻഡിങ് ആയി, സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ട്രെൻഡിങ് ആയി കൊണ്ട് നിൽക്കുന്ന പലതരത്തിലുള്ള പാട്ടുകൾ വായിച്ച് തന്നെയാണ് ഇവർ മത്സരത്തിൽ ഏർപ്പെടാതെ. അതുപോലെ തന്നെ തറയ്ക്ക് പവർ ഉണ്ടോ നോക്കുന്ന രീതിയിലാണ് ഇവരുടെ ചവിട്ടൊക്കെ, സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. എന്തായാലും സ്റ്റേഡിയം മൊത്തം കൊലുങ്ങിപ്പോയി. തീർച്ചയായിട്ടും അവരുടെ പ്രതികരണം കൂടി നമുക്ക് തേടാം. തീർച്ചയായും. ഇപ്പൊ നിങ്ങള് എത്ര നാളത്തെ പ്രാക്ടീസ് ഉണ്ട് ഇതിന് വേണ്ടിയിട്ട് തന്നെ? കുറേ നാൾ പ്രാക്ടീസ് ചെയ്തു. ഏകദേശം എത്ര മാസം ഉണ്ടാവും? മീൻസ് ഈ വർഷം തുടങ്ങിയപ്പോൾ തൊട്ടേ പ്രാക്ടീസാണ്. ഇത്ര നന്നായിട്ട് ചെയ്യണമെങ്കിൽ അതിന് അത്രയും പ്രാക്ടീസ് വേണമല്ലോ. നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഇതിന് വേണ്ടി. നിങ്ങൾക്ക് നേതൃത്വം നൽകിയതാരാ ഇതിനൊക്കെ? നിർമ്മല മിസ്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ്സൊക്കെ ഒത്തിരി ഇതിന് വേണ്ടിയിട്ട് അല്ലേ ത്യാഗം ചെയ്ത് കാണുമല്ലോ? ക്ലാസ്സൊക്കെ ഒത്തിരി മുടങ്ങിയിട്ടൊക്കെ ഉണ്ടാവുമല്ലോ ഇതിന് വേണ്ടിയിട്ട്? മുടങ്ങിയിട്ടുണ്ട്. ടീച്ചേഴ്സ് പഠിപ്പിച്ചു സ്പെഷ്യലായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ടീച്ചർമാരുടെ നല്ലൊരു സഹകരണവും ഒക്കെ ഉണ്ട്. ഈ ആദ്യമായിട്ടാണോ ഈ ഒരു ബാൻഡ് മേളത്തിന് ഇത്രയും വലിയൊരു വേദിയിൽ നിൽക്കുന്നത്? ഇവിടെ വന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് അല്ലേ? വളരെ സന്തോഷമുണ്ട്. എന്നാലും എല്ലാവരുടെയും പ്രകടനം ഉഷാറായിട്ടുണ്ട് തന്നെ പറഞ്ഞിരിക്കുന്നത്. എന്താ ഒരു എനർജി! അത് നമ്മൾ ആ എനർജി ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഇപ്പോൾ മോളെ, എങ്ങനെയായിരുന്നു ഈ പ്രാക്ടീസൊക്കെ? മുന്നിൽ നിന്ന് നയിക്കുന്ന ആളെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ഈ എനർജിയുടെ രഹസ്യം കൂടെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരുമോ? പ്രാക്ടീസ് ചെയ്താണ്. പ്രാക്ടീസ് മേക്സ് യു പെർഫെക്റ്റ് എന്ന് പറയുന്നല്ലേ? ഈ ടീച്ചർമാരുടെ ഒക്കെ ഒരു കോർപ്പറേഷനൊക്കെ എങ്ങനെയായിരുന്നു? ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ ബാൻഡിന് വേണ്ടി നല്ല സപ്പോർട്ടാണ്. പ്രത്യേകിച്ച് നിർമ്മല മിസ് ഞങ്ങളെ നല്ലോണം സപ്പോർട്ട് ചെയ്യും. സ്കൂളിലെ ടീച്ചേഴ്സ് ആയാലും. ഇതിപ്പോൾ ഇത് കഴിഞ്ഞോ? ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത പ്രകടനം എപ്പോഴാണ്? അടുത്തിന് കോമ്പറ്റീഷൻ ഉണ്ട്. ജാനുവരി 6 സെന്റ് മേരീസ് സ്കൂളിൽ വെച്ച് ഗ്രൗണ്ടിൽ കോമ്പറ്റീഷനും കോമ്പറ്റീഷൻ. ഭയങ്കര ആത്മവിശ്വാസമാണ്. പിന്നെ ഉറപ്പായിട്ടും എ ഗ്രേഡ് ഉറപ്പിച്ചു. എന്താ ഇത്ര തറപ്പിച്ച് പറയാൻ കാര്യം? ഞങ്ങൾ അത്ര നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. കിട്ടുമെന്നുള്ളൊരു ആത്മവിശ്വാസം. ഈ പ്രാക്ടീസ് മേക്സ് യു പെർഫെക്റ്റ് എന്നൊക്കെ പറയുന്നത് അത്ര വെറുതെ അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും. കാരണം ഇവരുടെ ഒരു അധ്വാനം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം എഫേർട്ട് ഇടുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നമുക്ക് ഇവരുടെ കോസ്റ്റ്യൂം കാണാം, പലതരത്തിലുള്ള കോസ്റ്റ്യൂമുകളാണ്. നമുക്ക് ആ മത്സരം നടക്കുന്ന വേദിയിൽ ചെന്നാലാണ് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുക. കാരണം ആ വലിയ ഗ്രൗണ്ടിൽ ഇവർ ഒരുമിച്ചൊരു യൂണിഫോമിറ്റിയോട് കൂടി അവരെത്തുന്നു, ആ പാട്ടിനനുസരിച്ച് ചുവട് വയ്ക്കുന്നു, താളം പിടിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ആദ്യഘട്ടങ്ങളിലൊക്കെ ചില സ്കൂളുകൾ മാത്രമായിരുന്നു ഇതിന് പങ്കെടുക്കുക. പക്ഷേ ഇപ്പോൾ വലിയ കോമ്പറ്റീഷനാണ് അല്ലേ? ഉണ്ട്. മറ്റു ടീമുകളൊക്കെ പുതിയ വെറൈറ്റി പാട്ടുകൾ പാടുമ്പോൾ നിങ്ങൾ ഏതൊക്കെ പാട്ടുകളാണ് പരീക്ഷിച്ചിട്ടുള്ളത്? നമ്മൾ ഒരുപാട് പാട്ടുകളുണ്ട്. റാസ്പുട്ടിനും ഓരോരോ പാട്ട് നോക്കിയിട്ടുണ്ട്. മെയിൻ റാസ്പുട്ടിനാണ്. എന്തായാലും റാസ്പുട്ടിനിലാണ് ഇവർ പിടിച്ചിട്ടുള്ളത്. അവരുടെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ റാസ്പുട്ടിനാണ്. കാരണം ഒരു വിൻറ്റേജ് കാലത്തിലേക്കൊക്കെ പോയി ആ ഒരു ടോൺ പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സ്നേഹ, പുതിയ പാട്ടുകളുണ്ട്, പഴയ പാട്ടുകളുണ്ട്, ഒപ്പം ഇവരുടെ ചുവടും കൂടി ആവുമ്പോൾ അതിന്. സ്നേഹയും സോണലും മുൻപ് നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളിൽ ഓർത്തുകൂടി ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു അക്ഷയ, അല്ലേ? അതെ, ഒന്ന് പങ്കെടുത്തിരുന്നെങ്കിലൊക്കെ സ്നേഹയും സോണലോടൊന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ ബാൻഡ് മേളവും മറ്റു മേളങ്ങളും ദഫ്മുട്ടും മറവരമുട്ടും വട്ടപ്പാട്ടും മേളങ്ങൾക്കപ്പുറത്തേക്ക് ചുവടുകളും പാട്ടുകളും ഒക്കെ കാണുന്ന പൂരമാണ്. പൂരം പൊടി പൊടിക്കുകയും ചെയ്യണം അല്ലേ?